ഇടയ്ക്കൊക്കെ നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ട് പോകുന്നുണ്ടോന്ന്. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ് പൊല്യൂഷൻ, then its causes, effects and control measures of air pollution, water pollution, soil pollution, marine pollution, noise pollution, thermal pollution, and at last there is a topic nuclear hazards. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒറ്റയടിക്കുന്ന എടുക്കും. നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കല്ല, വലിയ ഭയങ്കര കോൺസെപ്റ്റ് ഒന്നുമല്ല. 2-3 ഫാക്ച്വൽ ഇൻഫർമേഷൻ, പൊല്യൂഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്തെല്ലാം ആക്റ്റുകൾ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാര്യമായിട്ടുള്ളൂ. അല്ലാതെ വേറെ വലിയ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക്, നമുക്ക് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു ടോപ്പിക്ക് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഷെയർ ചെയ്തിരുന്നല്ലോ, നിങ്ങളാരും മിണ്ടി പോലും ഇല്ല. ഞാൻ മറന്നുപോയായിരുന്നു ഷെയർ ചെയ്യാം. ഇപ്പം പ്രസൻറ്റേഷൻ കാണുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, താങ്ക് യു. അറ്റ്ലീസ്റ്റ് 1 സ്റ്റുഡൻറ്റ് ഹാസ് റെസ്പോണ്ടഡ്. താങ്ക് യു വെരി മച്ച് അർച്ചന. ദെൻ അനൂപ് വന്നു, അവനെ അഡ്മിറ്റ് ചെയ്തു. ഒത്തിരി പേരും ഇല്ലല്ലോ. ഓക്കെ, സോ ദിസ് ഈസ് എ ടോപ്പിക്. നിങ്ങൾ കണ്ടല്ലോ, പൊല്യൂഷൻ, കോസസ്, എഫക്ട്സ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ്. ഓക്കെ, സോ വാട്ട് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ? എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, മറൈൻ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ, എക്സെട്ര. സോ ആ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുമ്പോൾ അത്യാവശ്യം ഒരു കാര്യമായിട്ടുള്ള ഭാഗങ്ങൾ ഈ സിലബസ് ഞങ്ങൾ തീർന്നു നോക്കോളും. നമുക്ക് പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ടോപ്പിക്കാണ് താനും. ഇനി നമ്മൾ പറയാം പൊല്യൂഷൻ, കോസസ്, അത് എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ള പൊല്യൂഷനാണ് നമ്മൾ ആദ്യം നോക്കും. ഓക്കെ നസീറ, ഓക്കെ സോറി. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം. സോ ഫസ്റ്റ് പാർട്ട്, what types of pollution are there? Pollution is the introduction of a contaminant into a natural environment, usually by humans. Okay, that is the definition of pollution. Pollution is the introduction of contaminant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത വസ്തു, ഒരു വിഷവസ്തു നമ്മുടെ നാച്ചുറൽ എൻവയറമെൻറ്റിലേക്ക് ഇടുന്നതിനാണ്, ആഡ് ചെയ്യുന്നതിനാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. സാധാരണ ഇത് പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ഹ്യൂമൻ ആക്ടിവിറ്റി മൂലമായിരിക്കും. Okay, so different types of pollution are there, like categorized. They are based on the part of the environment which they affect or result which the particular pollution causes. അപ്പോൾ ഒരു പൊല്യൂഷൻ എവിടെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, വാട്ടറിലാണെങ്കിൽ വാട്ടർ പൊല്യൂഷൻ, എയറിലാണെങ്കിൽ എയർ പൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ സോയിലാണെങ്കിൽ സോയിൽ പൊല്യൂഷൻ. അപ്പോൾ അങ്ങനെ എവിടെയാണോ നമ്മൾ പൊല്യൂട്ട് ചെയ്യപ്പെടുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ പൊല്യൂഷനെ പേരിട്ട് വിളിക്കും. ഈച്ച് ഓഫ് ദിസ് ടൈപ്പ് ഹാസ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ്ക്റ്റ് കോസസ് ആൻഡ് കോൺസിക്വൻസസ്. കാരണവും പരിണത ഫലവും ഓരോന്നിനും വ്യത്യസ്തമായിരിക്കും. സോ അക്കോൺലി ദി ഫോളോയിങ് ആർ ദി മെയിൻ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ, when water is contaminated. Okay, similarly there is air pollution, soil pollution, thermal pollution, radioactive pollution, noise pollution and light pollution. Okay, so first of all we are going to see what is air pollution. Air pollution is the contamination of air by smoke and harmful gases. Okay, and it's mainly due to oxides of carbon, sulfur and nitrogen. അപ്പോൾ ഈ വസ്തുക്കളുടെ ഓക്സൈഡ്സ് കാരണം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർ പൊല്യൂട്ടഡ് ആകുന്നത്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ഓക്കെ, നൈട്രസ് ഓക്സൈഡ്. അപ്പോൾ ഇവയെല്ലാം നമ്മൾ എന്തെങ്കിലും കത്തിക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ഓക്സൈഡുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഓക്സൈഡുകൾ ഉണ്ടായി അത് എയറിൽ മിക്സ് ചെയ്തിട്ടാണ് എയർ പൊല്യൂഷൻ ഉണ്ടാകുക. അപ്പം കൂടുതലും എയർ പൊല്യൂഷൻ ഓക്സൈഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ആയിരിക്കും. നമുക്കറിയാം ഇൻഡസ്ട്രിയൽപരമായി അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കൃഷി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കത്തിക്കുമ്പോൾ ഒക്കെയാണ് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുക. വാട്ട് ആർ ദി കോസസ് ഓഫ് എയർ പൊല്യൂഷൻ? എക്സോസ്റ്റ് ഫ്യൂംസ് ഫ്രം വെഹിക്കുലർ എക്സോഷൻ ഇൻ ടൗൺസ് കോസസ് സ്മോക്ക്. സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പുകയാണ്. പിന്നെ അല്ലാതെ നമ്മൾ സാധാരണ അറിയാലോ, ഈ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ മഞ്ഞ് ഭയങ്കര കൂടുതലാണ്. മഞ്ഞിൻ്റെ കൂടെ ഈ പുക മിക്സ് ചെയ്യും. അപ്പം ഒരു പ്രത്യേക തരത്തിലുള്ള ഫോഗും സ്മോക്കും കൂടെ ആയിട്ടുള്ള ഒരു മിക്സായി തീരും. അപ്പോൾ അതിനെ നമ്മൾ സ്മോഗ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ സ്മോഗിൻ്റെ ഒരു പ്രത്യേകത, ഒന്ന് അന്തരീക്ഷത്തിൽ ഭയങ്കരമായിട്ട് പുക കാണും. പിന്നെ നാച്ചുറലായിട്ട് അവിടെ കാണുന്ന മഞ്ഞിൻ്റെ കൂടെ അത് ഭയങ്കര മിക്സ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് പോവുകയില്ല. അതാണ് സ്മോഗിൻ്റെ, ആകാശം ക്ലിയർ ആകുമല്ലോ, അതാണ് സ്മോഗിൻ്റെ ഒരു പ്രത്യേകത. ദ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് സച്ച് എസ് കോൾ, ഓയിൽ ഓർ ഗ്യാസ്, ഹാംഫുൾ off-gassing from things such as paint,
പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ ആൻഡ് സോ ഓൺ. ഇപ്പോൾ ഓഫ് ഗ്യാസ് ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യുക, പെയിൻറ്റ് പോലുള്ള സംസ്ഥാനം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ, അതിൽ നിന്നെല്ലാം നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള ഗ്യാസ് പുറത്തു വരും. റേഡിയേഷൻ സ്പിൽസ് ഓർ ന്യൂക്ലിയർ ആക്സിഡൻറ്റ്. അപ്പം ന്യൂക്ലിയർ ആക്സിഡൻറ്റ് കാരണം ഉണ്ടാകുന്ന പുകകൾ, എയറോസോൾസ് ആൻഡ് ക്ലോറോഫ്ലൂറോ കാർബൺസ്. ഓക്കെ, ഇൻ എയറോസോൾസ് ഒരു മേജർ കോസ് ഓഫ് ഓസോൺ ലെയർ ഡിസ്ട്രക്ഷൻ നമുക്കറിയാവുന്ന, കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ബേണിംഗ് ഓഫ് അഗ്രികൾച്ചർ റെസിഡ്യൂ റെസിഡ്യൂ മിച്ചമുള്ള വസ്തുക്കൾ നടത്താം കേട്ടോ. പഞ്ചാബ്, എസ്പെഷ്യലി ഇൻ സ്റ്റേറ്റ്സ് ലൈക്ക് പഞ്ചാബ്, ഹരിയാന, UP, there is a habit for farmers to burn the agriculture residue or waste. So that produces a lot of atmospheric gases, especially carbon dioxide and sulfur dioxide. It spread all across their surrounding areas in Punjab and causes smog in Delhi, etc. And this is one of the main reasons for smoke and air pollution in northwestern India. Okay, so that is about different causes of what we can say എയർ പൊല്യൂഷൻ. ഓരോന്നും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ പൊല്യൂഷനാണ് ഭയങ്കര വലുത്. ഇൻഡസ്ട്രിയൽ പൊല്യൂഷനെ പല സൈഡിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് വെക്കുക. പിന്നെ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടുള്ള പൊല്യൂഷൻ, അത് നിത്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കോസസിൻ്റെ അകത്ത് പറയണം. ഇനി എന്താണ് എഫക്ട്സ്? ഏറ്റവും പ്രധാനപ്പെട്ട എഫക്ട്സ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് റിലേറ്റഡ് ക്ലൈമാറ്റിക് ചേഞ്ച് ആണ്, അല്ലേ? നമ്മൾ പഠിച്ചത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആവശ്യമില്ല. And again, ozone layer depletion because of chlorofluorocarbon and other substances. Ozone layer depletion substances are there. And the next one is acid rain. Then smog in towns. We explained the reason for smog in, as well as the nature of smog in town, especially like towns like Delhi. You know, there are ഡൽഹിയുടെ ഒരു പ്രത്യേകത, ഡൽഹിയിൽ നമ്മളെടുത്ത പോലെ കടലിൻ്റെ സാമീപ്യം ഇല്ലാത്തതുകൊണ്ട്, കാറ്റിൻ്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടും എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മഞ്ഞ് അവിടെ നിൽക്കും. അതിൻ്റെ കൂടെ പുകയും കൂടെ വരുമ്പോഴത്തേക്കും ശരിക്കും ഒരു ആവരണം പോലെ, അന്തരീക്ഷത്തിന് ഒരു ആവരണം ഉള്ള പോലെയാണ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര അലർജി ഉണ്ടാക്കും. നമുക്ക് കണ്ണിന് അലർജി ഉണ്ടാക്കും, മൂക്കിന് അലർജി ഉണ്ടാക്കും. അവിടെ എയർ പ്യൂരിഫയർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എയർ പ്യൂരിഫയർ അപ്പോൾ ഒരു പ്യൂരിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ ഒരു 4 ഉണ്ടായിരിക്കും. കാരണം അത്രയും ഉണ്ടെങ്കിലല്ലേ ഈ വരുന്ന എയറിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. AC-യേക്കാളും കൂടുതൽ എയർ പ്യൂരിഫയറാണ് ഡൽഹിയിൽ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഡൽഹി മാത്രമല്ല, പല ടൗണുകളിലും, ഈവൻ പാകിസ്ഥാനിലെ പല ടൗണുകളിലും, അതായത് ചൈനയിലെ മിക്ക ടൗണുകളിലും ഇതേ പ്രശ്നമുണ്ട്. അലർജീസ് ആൻഡ് അതർ ഹെൽത്ത് പ്രോബ്ലംസ് ഇൻക്ലൂഡിങ് റെസ്പിറേറ്ററി ഡിസീസസ്, ശ്വാസ തടസ്സങ്ങളുണ്ടാകുന്ന ക്യാൻ ബി ആട്രിബ്യൂട്ട് ടു എയർ പൊല്യൂഷൻ. നമ്മളിവിടെ എയർ പൊല്യൂഷൻ ഒട്ടുമില്ല, ഭയങ്കര കുറവാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ കത്തിക്കുന്നുണ്ട്, ആൾക്കാർ കത്തിക്കുന്നത്, അതിൻ്റെ തരത്തിലുള്ളൊരു പൊല്യൂഷൻ. എന്നാൽ പോലും നമ്മൾ മറ്റ് ടൗണുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എയർ പൊല്യൂഷൻ ഭയങ്കര കുറവാണ്. എയർ പൊല്യൂഷൻ കൺട്രോൾ ആക്ട്, എക്സോഷൻ നോംസ് ലൈക്ക് വാരറ്റ് സ്റ്റേജ് 6. ഓക്കെ, കാർബൺ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പുക ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയിലുള്ള ടാക്സ്, പ്രൊമോഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ, ടാക്സ് ആൻഡ് പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസ് ആർ സം ഓഫ് ദി സ്റ്റെപ്സ് ടു ചെക്ക് എയർ പൊല്യൂഷൻ. അപ്പം ഓരോ പൊല്യൂഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, എയർ പൊല്യൂഷൻ മാത്രമല്ല, ഏത് പൊല്യൂഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞാലും അത് ചെക്ക് ചെയ്യാനുള്ള ആക്ട് ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എയർ പൊല്യൂഷൻ കൺട്രോൾ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് പണ്ട് പാസ്സാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. പിന്നീട് അവയെക്കുറിച്ച് ഓരോ ആക്ടിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണും. പക്ഷേ ഓർത്തിരിക്കണം, ഗവൺമെൻറ് പലതരം മെഷേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ആക്ടിൻ്റെ ബേസിൽ തന്നെ പല നിയമങ്ങൾ വരും, പലതരം റെഗുലേഷൻസ് വരും. ഫയർ സ്റ്റേജ് 6 എന്ന് നമുക്കറിയാം. വണ്ടിയുടെ കേസിൽ ഫയർ സ്റ്റേജ് 4, 3, 4, 5, 6, ഇപ്പോൾ 6 ആണ്. 4 ഒക്കെ ഉള്ളത് ഗവൺമെൻറ് ഇനി 4 ഉപയോഗിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ അത്രമാത്രം ഓരോ റെഗുലേഷൻസും സ്റ്റാൻഡേർഡ്സും സെറ്റ് ചെയ്യുന്നുണ്ട് എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നൗ നെക്സ്റ്റ് വി ആർ കമ്മിങ് ടു വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ ഈസ് ദ കണ്ടാമിനേഷൻ ഓഫ് വേരിയസ് വാട്ടർ ബോഡീസ്. വാട്ടർ സോഴ്സസ് ഇൻക്ലൂഡിങ് റിവേഴ്സ്, ലേക്സ്, സ്ട്രീംസ്, അരുവികൾ, പോൺസ് എന്താണ്, തടാകം പോലെയുള്ള. ഓക്കെ, ദെൻ സീസ് ആർ പൊല്യൂട്ടഡ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്. എവിടെയൊക്കെ വെള്ളമുണ്ടോ അവിടെയൊക്കെ മലിനീകരണമുണ്ട്. അപ്പോൾ അങ്ങനെ എവിടെയൊക്കെ മലിനീകരണമുണ്ടോ അവിടെയൊക്കെ മനുഷ്യനുള്ളത് കൊണ്ടാണ് വാട്ടർ ബോഡീസ് എല്ലാം പൊല്യൂട്ടഡ് ആകുന്നത്. നമുക്കറിയാലോ, വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് എന്തെല്ലാം സാധനങ്ങൾ ഒഴുകിപ്പോകുന്നുണ്ട്. പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ വെള്ളത്തിന് നല്ല നിറമാണോ? അല്ല. മണ്ണിൻ്റെ നിറമാണോ? അല്ല. മനുഷ്യൻ്റെ പൊല്യൂഷനാണ് അതിൻ്റെ മുഴുവനും വെള്ളത്തിൻ്റെ അത്. വെള്ളം മോശമാകാനുള്ള കാരണം പിന്നെ പ്രകൃതി കാണുന്ന മാലിന്യമല്ല, മറിച്ച് മനുഷ്യൻ്റെ മാലിന്യമാണ് പുഴയിലെ വെള്ളപ്പൊക്കത്തിൽ മോശമാകാനുള്ള കാരണം. അപ്പോൾ അത്രമാത്രം കണ്ടാമിനേഷൻ ഡെയിലി നടക്കുന്നുണ്ട് പുഴയിൽ. അപ്പോൾ വാട്ടർ ബോഡീസ് പലതായിരിക്കും. ചിലപ്പോൾ റിവേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ലേക്സ് എന്ന് പറഞ്ഞ് പെർമനൻറ്റ് സ്റ്റോർസ് ഓഫ് ഹ്യൂമൻ വേസ്റ്റ് ആയി തീർന്നിരിക്കുന്നു. സ്ട്രീംസ്, പോൺസ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ 3-4 തടാകങ്ങളുണ്ട്, നാച്ചുറൽ തടാകങ്ങളാട്ടോ.
ആ തടാകങ്ങളെല്ലാം മനുഷ്യൻ്റെ വേസ്റ്റ് കാരണം അതിൻ്റെ കളറ് മാറി ആ തടാകത്തിൻ്റെ അടുത്ത് ജീവിക്കാൻ പോലും പറ്റിയില്ല. പണ്ടങ്ങനെയല്ലായിരുന്നു, അതൊക്കെ ഭയങ്കര നല്ല രസമായ സ്ഥലമാണ്, അടുത്ത് വീടുകൾ വന്നു. ഇപ്പോൾ അവിടെ ജീവിക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ അത്രയും പൊല്യൂഷനാണ് വന്നിരിക്കുന്നത്. ദെൻ വേരിയസ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഗെറ്റ്സ് ഡംപ്ഡ് ഇൻ ടു ദീസ് വാട്ടർ ബോഡീസ്. ദിസ് കോസ് കെമിക്കൽ ഇംബാലൻസ് ഇൻ വാട്ടർ ലീഡിങ് ടു ഡെത്ത് ഓഫ് അക്വാട്ടിക് ബീങ്സ്. അക്വാട്ടിക് ബീങ്സ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള ജീവികൾ. അപ്പോൾ വെള്ളത്തിലുള്ള ജീവികൾ അങ്ങ് ചത്തുപോകും. കാരണം അതിൻ്റെ വെള്ളത്തിൻ്റെ മുകളിൽ പാട വീണാൽ തന്നെ വെള്ളത്തിലെ ഇക്കോസിസ്റ്റം തകർന്നു പോകും. വാട്ടർ ബോഡീസിന് അക്വാട്ടിക് ഇക്കോസിസ്റ്റം എന്ന് പറയും. നമ്മൾ പഠിച്ച അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയും, നമ്മൾ ഫൈറ്റോപ്ലാങ്ക്ടനെ കുറിച്ച് പഠിച്ചു. അതിന് താഴെയുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ ഉണ്ട്. വെള്ളം നിങ്ങൾ കണ്ടിട്ട് വെള്ളത്തിൽ എന്തെങ്കിലും കലങ്ങിക്കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ മോളി വന്ന് കൊമളയിടുന്ന പോലെ വെള്ളത്തിന് മുകളിലേക്ക് ഇങ്ങനെ തലയൊക്കെ ആയിട്ട് പൊക്കി പൊക്കി വരുന്ന കണ്ടിട്ടുണ്ടോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതേ അവസ്ഥ, ക്ലീൻ വാട്ടർ ആയിരിക്കും, പക്ഷേ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ലെയർ ഉണ്ടെങ്കിൽ ഓയിൽ സ്പില്ല് പോലെയുള്ള എന്തെങ്കിലും ഒരു സംഭവം നടന്നതിനെ അറിയാം, ജീവികൾക്ക് ജീവിക്കാൻ പറ്റില്ല. വെള്ളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളത്തിൻ്റെ സർഫേസാണ്. സർഫേസിലെ ടെമ്പറേച്ചറും സർഫേസിലെ അതുപോലെ പ്യൂരിറ്റീസും കറക്റ്റ് അല്ലെങ്കിൽ മീനോ അതുപോലെ മറ്റ് ജീവജാലങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അവിടുത്തെ ഈക്കോസിസ്റ്റം നശിച്ചു പോകും. അപ്പോൾ അതാണ് നമ്മൾ ഈ പുഴയിൽ മാലിന്യം കലക്കുമ്പോൾ പുഴയിലെ ജീവികളെല്ലാം തീരും. അതാണ് മോർ ദാൻ 74% ഓഫ് ദി എർത്ത് സർഫേസ് കവേർഡ് വിത്ത് വാട്ടർ ആൻഡ് മോർ ദാൻ ഹാഫ് ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ എർത്ത് സ്പീഷീസ് റിസൈഡ്സ് ഇൻ ദി വാട്ടർ. അപ്പം പകുതി നമ്മുടെ ഇക്കോസിസ്റ്റത്തിലെ പകുതിയും ജീവികളും ജീവിക്കുന്നത് വെള്ളത്തിലാണ്. 70% എർത്തിൻ്റെ സർഫേസും വെള്ളത്തിലാണ്. അപ്പോൾ വെള്ളം മലിനീകരിക്കുമ്പോൾ ഇക്കോസിസ്റ്റത്തിലുണ്ടെന്ന് ഇമ്പാക്റ്റ്. മോർ ഓവർ അവർ ലൈഫ് ഗ്രേറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ടർ ആൻഡ് ലൈഫ് വിതൗട്ട് വാട്ടർ ഈസ് ഇമ്പോസിബിൾ. Water pollution not only affects the fish and animals living in the water but also affects the whole food chain, but also transferring the contaminants into the consumers depending upon these animals. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെവിടെ നിന്നാണ് പറയുന്നത് അറിയോ? വാട്ടർ പൊല്യൂഷൻ വാട്ടറിൽ നിൽക്കുന്നില്ല, നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ നമുക്കറിയാം തീരദേശത്തെ വെള്ളം കുടിക്കുമോ അല്ലെങ്കിൽ ഉൾപ്രദേശത്തിലെ വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ വേറെ ചില ഓരോ സ്ഥലത്തും വെള്ളത്തിന് വ്യത്യാസം കണ്ടന്റ്, മിനറൽ കണ്ടന്റ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വാട്ടറിലുള്ള കെമിക്കൽ കണ്ടൻറ്റിന് വ്യത്യാസമുണ്ട് അവിടെയുള്ള അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയൽ പ്രാക്ടീസസ് അനുസരിച്ച്. അപ്പോൾ അതനുസരിച്ച് മീൻ വെള്ളം കുടിക്കുന്നു, അതനുസരിച്ച് മീനുകളിൽ മാറ്റം വരുന്നു, കഴിക്കുന്നത് നമ്മളിൽ മാറ്റം വരുന്നു. വാട്ടറിലുള്ള പൊല്യൂഷൻ ഒരിക്കലും കുറച്ചെടുത്തേക്ക് നിൽക്കുന്നില്ല, എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യും ഫുഡ് ചെയിൻ വഴി. മനസ്സിലായല്ലോ? ഫുഡ് ചെയിൻ വഴി. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. വാട്ടർ പൊല്യൂഷൻ നോട്ട് ഓൺലി അഫക്ട്സ് ദ ഫിഷ് ആൻഡ് ആനിമൽസ് ലിവിങ് ഇൻ ദി വാട്ടർ ബട്ട് ഓൾസോ അഫക്ട്സ് ദി ഹോൾ ഫുഡ് ചെയിൻ ബൈ also transferring the contaminants into the consumers depending upon the these animals. അപ്പോൾ എന്തൊക്കെ മോശം വെള്ളം ഉപയോഗിച്ച് മോശം വെള്ളം ഈ ഓരോ സംഭവങ്ങൾ ഇപ്പോൾ ആനിമൽസ് ആണെങ്കിൽ അവർ കഴിക്കുന്നുണ്ടെങ്കിൽ ആനിമൽസാണ് കഴിക്കുന്നത്, നമുക്ക് അതിൻ്റെതായ ദോഷങ്ങൾ വരും. ഫോർ ഹ്യൂമൻ ബീങ്സ് വാട്ടർ കോസ്റ്റ് കണ്ടാമിനേഷൻസ് കോസ്റ്റ് സിവിയർ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഇൽനെസ്. നമ്മൾ കോളറ എന്ന് പറഞ്ഞ അസുഖത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടാണ്, ഡയേറിയ എന്ന് പറഞ്ഞ് വേറൊരു അസുഖത്തെക്കുറിച്ചാണ്. വാട്ടർ ജന്യമായ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നുള്ള അസുഖങ്ങളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് ഷോർട്ട് ടൈം ഉണ്ട്. നമ്മൾ ഈ കോളറ എന്നൊക്കെ പറഞ്ഞാൽ ഷോർട്ട് ടൈമാണ്. ലോങ് ടൈം ഉള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ അസുഖങ്ങൾ വരുന്നില്ല, വന്ന കാരണം എന്തുകൊണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പം ലോങ് ടൈമിൽ വലിയൊരു അസുഖം വരുമ്പോഴത്തേക്കും വളരെ ദീർഘകാലത്തിന് മുമ്പ് തന്നെ ആ അസുഖത്തിൻ്റെ തുടക്കം വന്നുകൊണ്ട് നമുക്ക് അത്രയും ട്രേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള അസുഖങ്ങൾ നമുക്കുണ്ടാകാം, ഷോർട്ട് ടൈമും ഉണ്ട് ലോങ് ടൈമും ഉണ്ട്. ഇൽനെസ് നമുക്ക് വരും വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന മോശമാകുമ്പോൾ. ഫോളോയിങ് ആർ ദി മെയിൻ കോസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ: ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് റൈപ്പനിങ് കെമിക്കൽസ് ദാറ്റ് ആർ യൂസ്ഡ് ഓൺ പ്ലാന്റ്സ് റൺ ഇൻ ദി ഗ്രൗണ്ട് വാട്ടർ സിസ്റ്റം ഓർ നിയർ ബൈ സ്ട്രീംസ്. ഇത് നമുക്കറിയാമല്ലോ, ഇൻസെക്ടിസൈഡ്സ് പ്രാണികൾക്കെതിരെ മറ്റ് കളകൾക്കെതിരെയുള്ള കെമിക്കൽസ്, റൈപ്പനിങ് കെമിക്കൽസ്, ഗന്ധകോ അങ്ങനെ എന്തൊക്കെ സാധനമുണ്ട്. ഈ റൈപ്പനിങ് എന്ന് പറഞ്ഞ് ഫ്രൂട്ട് പഴുക്കാൻ വേണ്ടിയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്രൂട്ട് പിന്നെ അല്ലാതെ മരം പൂക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്, പൂ കായ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്, പഴുക്കാൻ വേണ്ടിയിട്ടുള്ളത്, എല്ലാം കെമിക്കലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെടികൾ നശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡ് ഒഴിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വഴി സൈഡിൽ കൂടെ പോകുമ്പോൾ എന്താ വഴി സൈഡിലൊരു വീട്ടിൻ്റെ സൈഡിലുള്ള പള്ളമല്ല ഇങ്ങനെ ആദ്യം ഇങ്ങനെ അഴുകി നിൽക്കും, പിന്നെ കരിഞ്ഞ് നിൽക്കും, അവിടെ ഒരു സാധനം പോലും കാണില്ല. ആ കെമിക്കൽസൊക്കെ ആകാശത്തിലേക്ക് പോകുന്നില്ല, അവയ്ക്ക് എന്ത് ചെയ്യും, മണ്ണിലേക്ക് വന്ന് നമ്മുടെ കിണറ്റിൽ വന്ന് നമ്മളെടുത്ത് കുടിച്ച് നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. അക്കാര്യം നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ മരുന്നടിക്കുന്ന അയാൾക്ക് പ്രശ്നമില്ലായിരിക്കും, അയാളുടെ സമൂഹത്തിന് വലിയൊരു ഭാരമാണ് അയാൾ ഉണ്ടാക്കുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടൻസ്, നമുക്ക് പറഞ്ഞാൽ തീരാത്തൊരു സംഭവമാണല്ലോ ഇൻഡസ്ട്രിയൽ രംഗത്തുള്ള പൊല്യൂഷൻ. അപ്പോൾ ഇൻഡസ്ട്രിയൽ രംഗത്തെ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അർബൻ ഏരിയയിൽ, ആലുവ പോലുള്ള ഏരിയയിൽ നിങ്ങൾക്ക് പോയാൽ അറിയാം. അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വെള്ളം കിടക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഇവിടുത്തെ തന്നെ വെള്ളമാണ്, നീല വെള്ളം, പച്ച വെള്ളം. ഞാനതിൽ പോയപ്പോൾ കണ്ടോ കേട്ടോ,
അതുപോലെ ഈ കറുപ്പ് വെള്ളം, ഇവയൊക്കെ വെള്ളപ്പൊക്കത്തിനുണ്ടല്ലോ നാട്ടിലെല്ലായിടത്തും കൊണ്ട് കൊടുക്കും. അപ്പോൾ അവിടുത്തെ വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ചായക്കടയിൽ പോലും നമുക്കൊന്ന് മേടിച്ച് കുടിക്കാൻ പോലില്ല. അത്രമാത്രം പൊല്യൂട്ടഡാണ് ഇൻഡസ്ട്രിയൽ ഏരിയാസ് പലതും. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഇൻഡസ്ട്രിയൽ പൊല്യൂഷനെ കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും തീരില്ല. അത്രമാത്രം പൊല്യൂഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഡിസ്പോസബിൾ ഹാസാഡസ് മെറ്റീരിയൽസ് ഇൻ സീസ് ആൻഡ് ലേക്കിലേക്കും കടലിലേക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ പുറന്തള്ളി വിടുന്നു. ഓക്കെ, ദെൻ വാഷിംഗ് ക്ലോത്ത്സ് നിയർ ലേക്സ് ആൻഡ് റിവേഴ്സ് കോസസ് ഡിറ്റർജൻസ് ഓൾസോ കോസസ് condition called eutrophication, which blocks sunlight from entering inside and reduces oxygen values in the water, causing inhabitable environment. നമ്മൾ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വെള്ളത്തിൻ്റെ അടിയിലുള്ള ഓക്സിജൻ ലെവൽ. ഇപ്പം കടലിലാണെങ്കിലുള്ള ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ പസഫിക്കിലൊക്കെ ആണെങ്കിൽ വളരെ അടിയിൽ ഈ വലിയ ജീവികളൊക്കെ ഉണ്ട്, അവർക്ക് ഓക്സിജൻ്റെ ആവശ്യം അധികമില്ല. ബ്ലൂ വെയിലിനൊക്കെ ആണെങ്കിൽ പോലും അങ്ങ് അടി പോയിട്ട് അവർ മുകളിലേക്ക് ഓക്സിജനൊക്കെ എടുക്കാൻ വേണ്ടി വരും. അപ്പോൾ ഈ ഓക്സിജൻ വെള്ളത്തിൻ്റെ തൊട്ട് മുകളിൽ നെറ്റിയപ്പൻ എന്ന് പറഞ്ഞൊരു മീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എപ്പോഴും വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ നിൽക്കും. അതിന് ഓക്സിജൻ ഇല്ലാതെ ശരിക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ എല്ലാ മീനുകൾക്കും ഓക്സിജൻ വേണം. അപ്പോൾ നമ്മൾ യൂട്രോഫിക്കേഷൻ എന്നറിയാം, നമ്മൾ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് സോപ്പ് അങ്ങ് പതക്കി വിടും. സോപ്പ് വെള്ളത്തിൻ്റെ മുകളിലെങ്കിലും പിന്നെ അവിടെ എങ്ങും ഒന്നും കാണില്ല, മീനും കാണില്ല, മറ്റുള്ള ജീവികൾക്ക് ജീവിക്കാനും പറ്റില്ല. Then oil spills are caused when giant oil tankers and oil rigs which are present in the oceans are damaged by either natural or human errors. ഒരു സെക്കൻഡ്, ക്ലാസ്സൊക്കെ ഓക്കെയാണോ പോകുന്നത് സ്പീക്കറിലാണ്? ഓക്കെ. or human errors cause a long time damage to the ocean as oil is lighter than water and floats on water forming layer blocking sunlight. അപ്പം വെള്ളത്തെക്കാളും കട്ടി കുറഞ്ഞ സാധനങ്ങളൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതായിരിക്കും. നിങ്ങൾ മണ്ണെണ്ണ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിലിൻ്റെ എന്തായിട്ട് വിട്ടാൽ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് പൊങ്ങിക്കിടക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തായിരിക്കും, അതിൻ്റെ അടിയിൽ ഇക്കോളജിക്കൽ ആക്ടിവിറ്റി ലൈഫ് ഒരിക്കലും കാണുമല്ലോ. അപ്പം ഓയിൽ ടാങ്കർ പൊട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം അവിടെയുള്ള ഇക്കോസിസ്റ്റം, അവിടെയുള്ള വാട്ടർ ബോഡീസ് ഈ അക്വാട്ടിക് ഇക്കോസിസ്റ്റം തകർന്നു പോകും. Certain natural disasters like flash floods and hurricanes cause the intermixing of water with harmful substances on the land. അപ്പോൾ ഹരിക്കെയിൻസും അതുപോലെ ഫ്ലാഷ് ഫ്ലഡ്സും വരുമ്പോൾ എന്ത് സംഭവിക്കും, ഭയങ്കര വലിയ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ അറിയും, വാട്ടർ മോശം ഉണ്ടാകുന്ന കെമിക്കൽസൊക്കെ എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും എന്താവും, ഭയങ്കര ടോക്സിക്കേറ്റഡ് ആവും വെള്ളം. ദെൻ സീവേജ് ഫ്രം വേരിയസ് ആക്ടിവിറ്റീസ് ആർ ഡംപ്ഡ് ഇൻ ടു വാട്ടർ. സീവേജ് കഴിഞ്ഞാൽ വേസ്റ്റ് ആട്ടോ, പലതരത്തിലുള്ള ആക്റ്റീവ് എന്നുള്ള വേസ്റ്റ് നമ്മൾ വെള്ളത്തിലേക്ക് വിടുന്നു, വെള്ളം അതെല്ലായിടത്തും കൊണ്ട് കൊടുക്കുന്നു. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ദെൻ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് പൊല്യൂട്ടൻ ഇൻ ദി വാട്ടർ, എസ്പെഷ്യലി റിലേറ്റഡ് ടു ന്യൂക്ലിയർ സ്റ്റേഷൻസ്. നമ്മൾ പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ് നേരത്തെ. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ന്യൂക്ലിയർ സ്റ്റേഷൻസ്. അപ്പം ന്യൂക്ലിയർ സ്റ്റേഷൻസിലെ അവിടെ വേസ്റ്റ് ഉണ്ട്, അവർ വെള്ളത്തിലേക്ക് ആ വേസ്റ്റ് തള്ളിവിടും. നിങ്ങളൊരു പക്ഷേ നമ്മൾ കൂടംകുളം അവിടെയൊക്കെ വെള്ളത്തിനെടുത്താൽ, അല്ലെങ്കിൽ ഫുക്കുഷിമ വെള്ളത്തിനെടുത്താൽ, അപ്പം വേസ്റ്റ് അങ്ങോട്ട് എടുത്തിടാനുള്ളൊരു സൗകര്യം ഉണ്ട്, അല്ലെങ്കിൽ കൺവീനിയൻസ് ഉണ്ട്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് വെള്ളത്തെ മലിനീകരിക്കും. ദെൻ എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. എന്തൊക്കെ എഫക്റ്റാണ്? അഡ്വേഴ്സ് എഫക്ട്സ്, ഹെൽത്ത് എഫക്ട്സ്. Pollution of drinking water causes diseases like cholera, anthrax, etc. Similarly, it may weaken the body's immune system. Immune system എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധ ശേഷി. അപ്പം ഒന്നുകൂടെ നോക്കാം. അഡ്വേഴ്സ് ഹെൽത്ത് എഫക്ട്സ്. പൊല്യൂഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ കോസ് ഡിസീസ് ലൈക്ക് കോളറ, ആന്ത്രാക്സ്, എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടാകും. ആന്ത്രാക്സ് എത്രമാത്രം വരുന്നു ഭയങ്കര ഡിബേറ്റബിൾ, പക്ഷേ ആന്ത്രാക്സ് വരും എന്നൊക്കെ പലയിടത്തും പറയുന്നുണ്ട്. അപ്പോൾ ആന്ത്രാക്സ് ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസാട്ടോ, ബാക്ടീരിയൽ ആക്ടിവിറ്റി. അത് ഇപ്പം നമ്മൾ കോവിഡാണെങ്കിൽ കൊറോണയൊക്കെ ആണെങ്കിൽ ഒരു മീഡിയം ഇല്ലാതെ വേർത്തോട്ട് പോവില്ല, ഒരു ലൈഫ് ഫോമിലൂടെ അത് പകരുള്ളൂ. ആന്ത്രാക്സ് അങ്ങനെയല്ല, മണ്ണിൽ തന്നെ കിടക്കും, മണ്ണിൽ 50 വർഷം കിടന്നാൽ അതവിടെ കാണും. അപ്പോൾ ആന്ത്രാക്സ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അസുഖമാണ്. അപ്പോൾ അതിൽ മരിച്ചുപോയ ആൾക്കാരെ എങ്ങനെയാണെന്നറിയോ സംസ്കരിക്കുന്നത്? 6-7 പാളികളിൽ കെട്ടിയാണ്, ഭയങ്കര അടിയിലായിരുന്നു. അതും വർഷങ്ങൾ കഴിഞ്ഞാൽ അത് തിരിച്ചു വരാം. കൊറോണ എങ്ങനെയൊന്നുമല്ല, അത് കുറേ നേരം 4 മണിക്കൂർ കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ ലൈഫില്ലാത്ത സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ആ വൈറസ് ചത്തുപോകും, ഇല്ലെന്നേ ഇപ്പോൾ. അപ്പോൾ അത്രമാത്രം ഡെഡ്ലി ഡിസീസാണ് ആന്ത്രാക്സ്. സെവറൽ കണ്ടാജിയസ് ഡിസീസ് ആർ വാട്ടർ ബോൺ ആൻഡ് ആർ സ്പ്രെഡ് വിത്ത് ദ പൊല്യൂഷൻ ഓഫ് വാട്ടർ. അപ്പോൾ പലതും വെള്ളത്തിൽ ജനിക്കുന്ന വെള്ളത്തിലുള്ള അസുഖങ്ങളാണ്. പിന്നെ വാട്ടറിലെ പൊല്യൂഷൻ വരുമ്പോൾ അത് കൂടി പോകും. ദെൻ ഇക്കോളജിക്കൽ ലോസ്. ദിസ് ഇസ് അനദർ എഫക്റ്റ് ഓഫ്
water pollution. A large portion of the Earth's species lies in freshwater and saltwater ecosystem. Freshwater ചിത്തയില, saltwater ഉപ്പയില. ഇത് രണ്ടിടത്തുമാണ് ഭൂമിയിലെ ഏറ്റവും കൂടുതൽ സസ്യജാലങ്ങൾ ജീവജാലങ്ങളും ജീവിക്കുന്നത്. പൊല്യൂഷൻ ഓഫ് റിവേഴ്സ്, ലേക്സ് ആൻഡ് ഓഷ്യൻസ് ഡിസ്ട്രോയ്സ് ബയോഡൈവേഴ്സിറ്റി, എസ്പെഷ്യലി ദാറ്റ് ഓഫ് റിവർ, ഓഷ്യൻ, ലേക്ക് ഇക്കോസിസ്റ്റം. ദി ഗ്രേറ്റ് ബാരിയർ റീഫ് ഓഫ് ഓസ്ട്രേലിയ ഈസ് ഫേസിംഗ് ഡിസ്ട്രക്ഷൻ ഡ്യൂ ടു ഇറോഷൻ ആൻഡ് പൊല്യൂഷൻ. നമുക്കറിയാം കിലോമീറ്ററുകളോളം നീളമുള്ള 10-40 കിലോമീറ്റർ നീളമുള്ള ഗ്രേറ്റ് ബാരിയർ റീഫ്. അപ്പോൾ അവിടെ പറ്റുമല്ലോ ഓസ്ട്രേലിയയിൽ. അത് പൊല്യൂഷൻ ഇറോഷനും കാരണം അതിൻ്റെ നിലനിൽപ്പ് അപകടത്തിലായിരിക്കും. ഡിസ്ട്രക്ഷൻ ഓഫ് ദി മറൈൻ ഇക്കോസിസ്റ്റം ഈസ് കോസ്ഡ് ബൈ മറൈൻ വാട്ടർ പൊല്യൂഷൻ. ഓക്കെ. Then adverse effect on the economy. Water pollution hurts the economy by adversely affecting health and workability of individual. The cost for ensuring quality drinking water is also really big. Also big in town. Okay. അപ്പം നമുക്കറിയാലോ ഈ വെള്ളം കുടിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. വെള്ളത്തിലുള്ള ഐറ്റങ്ങൾ മോശമായി കഴിഞ്ഞാൽ, വെള്ളം മോശമായി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തും ഭയങ്കര മോശം. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് എന്താ പറയുക, കിഡ്നി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാട്ടർ പൊല്യൂഷൻ നമ്മൾ പരമാവധി ഒഴിവാക്കണം. നെക്സ്റ്റ് ഈസ് സോയിൽ പൊല്യൂഷൻ. നമുക്ക് 2 ടോപ്പിക്ക് ഇവിടെ പെട്ടെന്ന് തീർക്കാൻ നമുക്ക് പറ്റും. എന്തോരാണോ നോക്കട്ടെ. തെർമൽ പൊല്യൂഷൻ വരെ ഉണ്ട്. അല്ല ഇനിയുണ്ടല്ലേ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് നോക്കാം. Okay, then soil pollution. Soil pollution involves the contamination of soil by the release of harmful substance into the soil. harmful ആയിട്ടുള്ള സബ്സ്റ്റൻസ്, കെമിക്കൽസ് അവ സോയിലിലേക്ക് വിടുമ്പം സോയിൽ പൊല്യൂട്ട് ആകുന്നതിനാണ് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുക. സ്ട്രിപ്പിംഗ് സോയിൽ ഓഫ് ഇറ്റ്സ് നാച്ചുറൽ ഫെർട്ടിലിറ്റി by using artificial chemicals like pesticides, insecticides, ripening agents, etc. is a part of soil pollution. സോയിൽ പൊല്യൂഷൻ എങ്ങനെ ഉണ്ടാകുന്നത്? സോയിലിന് ഒരു നാച്ചുറൽ ക്യാരക്ടറുണ്ട്. ഇപ്പം നമ്മൾ മൗണ്ടനസ് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, റെഡ് സോയിൽ, അലൂവിയൽ സോയിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഈ സോയിലിനകത്തേക്ക് അതിൻ്റെ തന്നെ ഇപ്പോൾ ഉദാഹരണം നമ്മളിവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ സോയിലിനെ തീരുമാനിക്കുന്ന അതിൻ്റെ ഓർഗാനിക് കോമ്പസ് കണ്ടൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പർ ലെയർ ആയിരിക്കും. ആ ഓർഗാനിക് കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളിലെയൊക്കെ അവശിഷ്ടങ്ങൾ ലയിച്ചിട്ട് കറുത്ത മണ്ണ് ഭയങ്കര റിച്ച് ആയിരിക്കും. അതിൻ്റെ അകത്തോട്ട് നമ്മൾ കെമിക്കൽ കൊണ്ടിടുമ്പോൾ അതിൻ്റെ ബാലൻസ് ചേഞ്ച് ചെയ്യും. പിന്നെ സസ്യങ്ങൾക്കൊക്കെ വേറെ രീതിയിൽ വളർച്ചയായിരിക്കും. അപ്പം നമ്മൾ തിരിച്ചറിയാമെന്ന് വളരെ രീതി ആലോചിക്കാതെ നമ്മൾ ഒരിക്കലും വളം കൊണ്ടിടാൻ പാടില്ല. വളമല്ല, വളം നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നതെന്ന് വിചാരിക്കും. ചിലപ്പോഴൊക്കെ ഫെർട്ടിലിറ്റി കൂട്ടാൻ കൂടുതലായിട്ടുള്ള വളപ്രയോഗം മോശമാണ്. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡും റൈപ്പനിങ് ഏജൻസും വേറെ ഒത്തിരി കെമിക്കൽസും നമ്മൾ അഗ്രികൾച്ചർ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അത് മണ്ണിലേക്ക് വിടും. അന്നേരം എല്ലാം എന്ത് ചെയ്യും? സോയിൽ പൊല്യൂട്ടാവും. പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ ദി നൈട്രോജനസ് കോമ്പൗണ്ട്സ് പ്രസൻറ്റ് ഇൻ ദി സോയിൽ ഫോർ ദർ ന്യൂട്രീഷൻ. നൈട്രോജനസ് സബ്സ്റ്റൻസസ് ഉണ്ട്. നൈട്രജൻ സബ്സ്റ്റൻസ് സോയിലുണ്ട്, വാട്ടറിലുണ്ട്, അതുപോലെ തന്നെ എവിടെയുണ്ട്? എയറിൽ ഉണ്ട്. എയറിൽ 78% നൈട്രജൻ സബ്സ്റ്റൻസുകളാണല്ലോ, നൈട്രജൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ മണ്ണിൻ്റെ കോമ്പോസിഷനെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും ഈ പൊല്യൂഷൻ വരുമ്പോഴത്തേക്ക്. യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് അതർ ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് അബ്സോർബ് ദി നൈട്രജൻ ഫ്രം ദി സോയിൽ മേക്കിംഗ് ഇറ്റ് അൺഫിറ്റ് ഫോർ ദി ഗ്രോത്ത് ഓഫ് ദി പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കെമിക്കൽസ് ഉണ്ടല്ലോ നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് അവ നൈട്രജനെ ആഗിരണം സോയിലിൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. സോയിലിൻ്റെ കെമിക്കൽ ബാലൻസിനെ ഡിസ്റ്റോർട്ട് ചെയ്യും. അങ്ങനെ പ്ലാന്റ്സിന് വളരാൻ പറ്റാതെ വരും. പ്ലാന്റ്സ് ആർ റെസ്പോൺസിബിൾ ഹോൾഡിംഗ് ദി സോയിൽ ടുഗദർ firmly. So when the plants cannot grow, the soil splits leading to soil erosion. പ്ലാന്റ്സ് ഇല്ലാതെ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നമ്മൾ കണ്ടിട്ടുള്ള സോയിലിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ സോയിൽ ഒന്നിച്ച് നിൽക്കില്ല. അത് എന്ത് ചെയ്യും? പ്ലാന്റ്സ് ഇല്ലാത്ത സ്ഥലത്ത് സോയിൽ ഒരിക്കലും വേരില്ലാത്തതുകൊണ്ട് ഒന്നിച്ച് നിൽക്കില്ല, സ്പ്ലിറ്റ് ചെയ്യും, വിഘടിച്ച് നിൽക്കും. അപ്പം തൊട്ടടുത്ത് വരെ ഒരു വെള്ളം പൊക്കോ അല്ലെങ്കിൽ വെള്ളം ഒലിപ്പോ വന്നു കഴിഞ്ഞാൽ സോയിലിൽ നിന്നാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ സോയിൽ പിടിച്ച് നിൽക്കുന്നത് മരങ്ങളും ചെടികളും പുല്ലുകളും കൂടെ ഉള്ളിടത്താണ്. അപ്പോൾ സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ആര്? പ്ലാന്റ്സ്. അതില്ലാതെ വരും, എന്ത് നൈട്രജൻ ഇല്ലെന്നായി പോകും. അങ്ങനെ പ്ലാന്റ്സ് ഇല്ലാതെ വരുമ്പോൾ സോയിൽ സ്പ്ലിറ്റ് ആകും, സോയിൽ എന്നിട്ട് ഇറോഡ് ചെയ്യും. ആ കാര്യങ്ങൾ അവിടെ പറയുന്നത്. Then cause of soil pollution. Soil pollution is mainly caused by the release of industrial waste. This waste is directly incorporated into the soil by large industries and factories. Soil pollution is also caused by human acts and mining and deforestation, extra heavy use of fertilizers, and it also adds to soil pollution. Then effects of soil pollution: decline in agriculture productivity, increased cost of production, unusable land, loss of biodiversity. Okay, this is the biggest factor. Loss of biodiversity due to what we can say soil pollution. Okay, now we are coming to next pollution. What we can say noise pollution. Any kind of noise that is unpleasant
human ears is considered as noise pollution. നമുക്കറിയാം നോയ്സ് പൊല്യൂഷൻ എത്രമാത്രം നമുക്ക് ഡിസ്റ്റർബിങ് ആണെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെ സോഴ്സസ് ഉണ്ട്. ടൗണുകളിൽ വണ്ടിയിൽ നിന്നുള്ള അനൗൺസ്മെൻറ്റ്, റൂമിലാണെങ്കിൽ അവിടെ പൊല്യൂഷൻ. അപ്പോൾ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ ഭയങ്കര നോയ്സ് പൊല്യൂഷൻ ഭയങ്കര മോശം. ലൗഡ് ആൻഡ് ഹോട്ട് സൗണ്ട്സ് കമ്മിങ് ഫ്രം ഫാക്ടറീസ്, മെഷീനറി, ഓട്ടോമൊബൈൽസ്, ട്രെയിൻസ്, firecrackers and explosives are also contribute to noise pollution. Too much noise leads to severe psychological illness and badly affects behavior, leads to hypertension, stress, aggression and annoyance. Moreover, it causes depression and forgetfulness. അപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ നോയ്സ് പൊല്യൂഷൻ ഉണ്ടാകുക. നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ് ആയിത്തരും, ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര ടൈരിടുന്ന വെച്ചാൽ, അല്ലെങ്കിൽ JCB തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്ന വെച്ചാൽ, മെറ്റൽ പിന്നെ എല്ലാവരും ഈ മെറ്റൽ കളങ്ങളൊക്കെ ഇല്ലേ അവിടെയുള്ള മെഷീൻ വർക്ക് ചെയ്യുന്നത് എല്ലാം ത്വരമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ശല്യമായി തീരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ ഷോർട്ട് ടൈം അല്ല ലോങ് ടൈം സ്വഭാവമൊക്കെ മാറും. അതാണ് അവിടെ നോയ്സ് പൊല്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 പൊല്യൂഷൻ കൂടെ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് അവിടെ ഇവിടം വരെ ഉള്ളൂ. കണ്ടോ, ലൈറ്റ് പൊല്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൊണ്ട് നിർത്താം, അത്രയും ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് എടുക്കാം. Then comes radioactive pollution. Radioactive pollution is a rare kind, but it is detrimental. It is caused by accidents in nuclear power plant, improper disposal of nuclear waste and operations of uranium mining. Okay, radioactive pollution causes cancer, various kinds of birth defects and many other serious health issues. Okay, so that is about radioactive pollution. We covered it in the previous classes as well, so we can easily explain the different issues related with radioactive pollution, because there is radiation and the related illness when there is radioactive pollution. Okay, now we are coming to next one, thermal pollution. What is thermal? Thermal means heat. Thermal pollution is excess heat that creates undesirable effect on long time periods of time. The earth has a natural thermal cycle. Earthine ഒരു നാച്ചുറൽ തെർമൽ സൈക്കിൾ ഉണ്ട്. ബട്ട് എക്സസീവ് ടെമ്പറേച്ചർ increases can be considered a rare type of pollution with long time effects. Many types of thermal pollution are confined to areas nearby their source. അപ്പോൾ സാധാരണ ഈ ചൂടെന്ന് പറയുന്നത് ചൂടുണ്ടാക്കുന്ന സ്ഥലത്തിനടുത്താണ്. ബട്ട് മൾട്ടിപ്പിൾ സോഴ്സസ് ക്യാൻ, അവിടെ എല്ലാം വരുമ്പം എന്തുണ്ടാവും, ഇതിൻ്റെ നടുക്കൊക്കെ ചൂട് വരും. പല സോഴ്സിൽ നിന്ന് വരുമ്പോഴത്തേക്കും ചൂട് കൂടും. ക്യാൻ ഹാവ് വാട്ടർ ഇമ്പാക്ട്സ് കവർ ഗ്രേറ്റർ ജോഗ്രഫിക്കൽ ഏരിയ. അപ്പോൾ പലയിടത്തുനിന്ന് ചൂട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് പറയുകയാണെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ് ഏരിയയിലേക്ക് ചൂട് പടരും. തെർമൽ പൊല്യൂഷൻ മേ ബി കോസ്ഡ് ബൈ പവർ പ്ലാന്റ്സ്. ഓക്കെ, അർബൻ സ്പ്രോൾ അർബൻ ഏരിയ ഭയങ്കരമായിട്ട് മരമൊന്നുമില്ലാതെ ചൂടാകും. നമ്മളതിനെ അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന് പറഞ്ഞല്ലോ. അർബൻ ഏരിയയിൽ ഭയങ്കര ചൂട് കൂടും, പകല് ചൂട് കൂടുതൽ, രാത്രിയിലും ചൂട് കൂടുതൽ. അതാണ് റൂറൽ ഏരിയയിൽ സ്വാഭാവികമായി പകല് അല്പം ചൂട് കൂടുതലായിരിക്കും, അർബൻ ഏരിയയേക്കാളും കുറവായിരിക്കും. രാത്രിയിൽ അത്യാവശ്യം തണുക്കും. അപ്പം രാത്രിയിൽ അർബൻ ഏരിയയും റൂറൽ ഏരിയയും തമ്മിൽ ടെമ്പറേച്ചറിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അർബൻ ഏരിയ ഒരു അർബൻ ഹീറ്റ് ഐലൻഡായിട്ട് നിൽക്കും, മരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്ത് നിൽക്കുക. എയർ പൊല്യൂഷൻ പാർട്ടിക്കിൾസ് ദാറ്റ് ട്രാപ്പ് ഹീറ്റ്, ഡീഫോറസ്റ്റേഷൻ, ലോസ് ഓഫ് ടെമ്പറേച്ചർ മോഡറേറ്റിംഗ് വാട്ടർ സപ്ലൈസ് എക്സെട്ര. ഓൾ ദീസ് കോസസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ഇൻ പർട്ടിക്കുലർ റീജിയൻ ആണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം ഡീഫോറസ്റ്റേഷൻ, ലോസ് ഓഫ് ടെമ്പറേച്ചർ മോഡറേറ്റിംഗ്, വാട്ടർ ബോഡീസ് ഇല്ലാതെ വരുന്നത്. ഓക്കെ, ഹീറ്റിനെ ട്രാപ്പ് ചെയ്യുന്ന ഇതെല്ലാം എന്തുണ്ടാക്കും, ഇങ്ങനെയുള്ള എന്തുണ്ടാകും, thermal pollution ഉണ്ടാക്കും. The main effect of thermal pollution is global warming and climate change. As temperature increases, climate change may be upset and wildlife population may be unable to recover from swift changes. And the last type of pollution is light pollution. Light pollution is the or illumination of an area that is considered obtrusive. Sources like large cities, billboards and advertising, nighttime sporting events and other nighttime entertainment, etc. Light pollution makes it impossible to see stars, therefore interfering with astronomical observation and personal enjoyment. If it is near residential area, light pollution can also degrade the quality of ലൈഫ് ഫോർ റെസിഡൻസ്. ഇത് നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിക്കാത്തൊരു സംഭവമായിരിക്കും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. മൊബൈലിൽ നമ്മളിങ്ങനെ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ ആകാശത്തിലേക്ക് മൊബൈൽ വെച്ചിരുന്ന കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങകലെ നക്ഷത്ര സമൂഹങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ലൈറ്റ് പൊല്യൂഷൻ ഉള്ളപ്പോൾ കാണാൻ പറ്റില്ല. അവിടെ നിന്നെല്ലാം ലൈറ്റ് വന്ന് ആകാശം ക്ലിയർ അല്ല, ഭയങ്കര പൊല്യൂട്ടഡായി, നമുക്ക് സ്റ്റാർസിനെയും അതിൻ്റെ അകത്തുള്ളതിനെയും നമുക്ക് മൊബൈലിൽ കൂടെ കാണാൻ പറ്റില്ല. അന്നേരമാണ് ലൈറ്റ് പൊല്യൂഷൻ എന്നാ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ ലൈറ്റ് പൊല്യൂഷൻ ആകാശത്തിൽ ലൈറ്റിൻ്റെ എലമെൻറ്റ് ഭയങ്കര കൂടി വിസിബിലിറ്റി കുറയുന്നു, അല്ലെങ്കിൽ വിസിബിലിറ്റിക്ക് വ്യത്യാസം വരുന്നു. അതിനെയാണ് നമ്മൾ ലൈറ്റ് പൊല്യൂഷൻ വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക് അബൌട്ട് പൊല്യൂഷൻ. അതിൻ്റെ ബാക്കിയുള്ള റിലേറ്റഡ് ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. അറ്റൻഡൻസ് എടുത്തോട്ടെ.